തിരുവനന്തപുരം കഴക്കൂട്ടത്ത് NH നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ വെട്ട് റോഡ് വഴി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കവോട്ടുമുക്ക് എന്ന് പറഞ്ഞത് ഈ ഒരു ജംഗ്ഷനിലെത്തും. ആ ജംഗ്ഷനിലായിട്ട് തന്നെ നമുക്ക് ഏകദേശം 27 മീറ്റർ ഫ്രണ്ടേജോട് കൂടി 36 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ഈ പ്രോപ്പർട്ടി ഒന്നിച്ചോ അതല്ലെങ്കിൽ പ്ലോട്ടുകൾ തിരിച്ചോ കൊടുക്കാവുന്നതാണ്. ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഗോഡൗണോ അങ്ങനെ എന്ത് തരം സ്പേസ് ആയിട്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NH നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനകത്ത് ഏകദേശം ഒരു 850 മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നമ്മുടെ വെട്ട് റോഡ് അവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉള്ളിടത്ത് നിലവിൽ ഇനിയിപ്പോൾ തന്നെ പാലത്തിൻ്റെ പണിക്ക് സാങ്ഷനായി കിടക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ആയി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമായിരിക്കും. ഇനി അതല്ല നമുക്ക് റെയിൽവേ ക്രോസ് ഇല്ലാണ്ടും പ്രോപ്പർട്ടിയിലേക്ക് വരാം. കഴക്കൂട്ടം നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മേനംകുളം റൂട്ടിലേക്ക് കയറിയിട്ട് നമ്മുടെ റെയിൽവേ പാലം ഇങ്ങനെ കയറി ഇറങ്ങി കുറച്ചൊന്ന് വരുമ്പോൾ ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും കവോട്ടുമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. അതായത് പ്രോപ്പർ ഈ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ കവോട്ടുമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കണിയാപുരത്ത് നിന്ന് കയറാൻ സാധിക്കും. അങ്ങനെ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഈസിലി വന്നെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്. പിന്നെ ഈ റോഡിന് ഒരു വൈഡനിങ് പ്രപ്പോസലും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ 7 മീറ്റർ വീതിയുണ്ട്. ഈ റോഡ് വന്നിട്ട് 10 മീറ്റർ വീതി ആവുന്നുണ്ടാവും. അങ്ങനെയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അത്യാവശ്യം കുറേ കൂടെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ വരുന്നൊരു പ്രോപ്പർട്ടി ആവും. ഒരു മെയിൻ റോഡെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ആക്സസ് വരുന്ന രീതിയിലുള്ള ലൊക്കേഷൻ. നമുക്കിത് പ്ലോട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തൂടെ ഒരു 5 മീറ്റർ വിടത്തിലകത്തേക്ക് ഒരു വഴി ഫോം ചെയ്ത് 3.63 സെൻറ്റ് തൊട്ട് മേളിലേക്ക് 6.12 സെൻറ്റ്സ് വരേക്കും വരുന്ന രീതിയിലുള്ള പ്ലോട്ടുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. മുൻവശത്ത് നമുക്കിത് ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 പ്ലോട്ടുകൾ കിട്ടുന്നുണ്ടാവും. ഈ റോഡ് ഫ്രണ്ടേജ് വരുന്ന പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് റേറ്റ് വരുന്നത് 13 ലക്ഷം രൂപയും പിന്നിലേക്കാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെയൊക്കെ റേറ്റ് കുറച്ച് വാങ്ങിക്കുന്നുണ്ടാവും. ഇനി അതുപോലെ തന്നെ ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനെക്കാട്ടും വിലക്കുറവിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം. എങ്ങനെയാ വെച്ചാൽ അകത്തേക്ക് റോഡൊന്നും ഫോം ചെയ്യേണ്ട ആ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പം നിലവിൽ ഫുള്ളായിട്ട് കരപ്പുരയിടമാണ്. ഇതിൽ ഒരു പകുതിക്ക് മേളിൽ അവർ റീസെൻ്റ്ലി കൺവേർട്ട് ചെയ്തെടുത്താണ്. ബാക്കിയുള്ളത് ഒറിജിനലി കരപ്പുരയിടമായിരുന്നു. പിന്നൊരു കാര്യം, ഇതിനകത്ത് ഫുള്ളിനും മണ്ണിട്ട് റോഡ് ലെവലിലാക്കി നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. ഇപ്പോൾ ഹൗസ് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറേ കൂടെ മണ്ണടിച്ച് റോഡ് ലെവലാക്കി അകത്തേക്ക് ടാർ റോഡ് ഫ്രണ്ടേജിൽ ആ രീതിയിൽ നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാകും. പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. നമുക്കിതിനകത്ത് ഈ പറഞ്ഞ പോലെ സെൻറ്റിന് 13 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അതല്ല എയർപോർട്ട് സൈഡിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് ഈസിലി ചെന്നെത്താൻ പറ്റുന്ന രീതിയിൽ കണക്ടിവിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ്. ഇവർക്ക് തന്നെ വേറെയും തിരുവനന്തപുരത്ത് പ്രൊവൈസ് ഉണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ പ്ലോട്ടുകൾ ആവശ്യമുണ്ടെങ്കിലും ആ രീതിയിലും അവരെ സമീപിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.